ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2019 ടാറ്റ് 2 ക്വസ്റ്റ്യനാണ്. ജിയോമെട്രീനെ ബേസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഉണ്ട് PQR. അതിലെ ആംഗിൾ പി എന്ന് പറയുന്നത് 120 PS പെർപെൻഡിക്കുലർ ടു QR ആണ് അറ്റ് എസ്. PQ പ്ലസ് QS എന്ന് പറയുന്നത് SR ആണ്. ദെൻ മെഷർ ഓഫ് Q കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് പിടിച്ചിട്ട് വരച്ച് വെച്ചേക്കുക. ഓക്കെ. ആദ്യത്തേത് PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ വരച്ചിടുക. ഓക്കെ. PQR കുറച്ച് വലുതായിട്ടിരുന്നോട്ടെ. PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഇത് 120 ഡിഗ്രിയാണ്. ആംഗിൾ P. ഇത് Q, ഇത് R. PS പെർപെൻഡിക്കുലർ ടു QR ആണ്. PS എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ടു QR ആണ്. PS. ഓക്കെ. PS പെർപെൻഡിക്കുലർ ടു QR ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് PQവും QSും കൂടി കൂട്ടുമ്പോൾ SR കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ PQവിൻ്റെ വാല്യൂ A എന്ന് പറഞ്ഞെടുക്കുന്നതെന്ന് വിചാരിക്കുക. QSിൻ്റെ വാല്യൂ B എന്ന് പറഞ്ഞെടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വാല്യൂ A പ്ലസ് B എന്ന് പറഞ്ഞെടുക്കുന്നു. കാരണം എന്താ? PQ പ്ലസ് QS എന്ന് പറയുന്ന SR ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ട ഈ ഒരു ആംഗിളാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്യാനായിട്ട് ഇതൊരു ഓപ്പണിങ് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് B ആണല്ലോ. അപ്പോൾ ഇവിടെയും ഏകദേശം B ലെങ്ത് കണക്കാക്കിയിട്ട് ഞാൻ B ലെങ്ത് കണക്കാക്കിയിട്ട് പിയും ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ. ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ. ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്ത് ചെയ്തു? ഈ S തൊട്ട് ഇത് O എന്ന് പറയുന്ന പോയിന്റ് വരെ B ലെങ്ത് കണക്കാക്കിയിട്ട് ലൈൻ വരച്ചു. PO എന്ന് പറയുന്ന ലൈൻ വരച്ചു. ഓക്കെ. അപ്പോൾ ഈ ഒരു പോർഷൻ B ആണെങ്കിൽ ഇത് A വരുമല്ലോ. കാരണം നമുക്കറിയാം SR എന്ന് പറയുന്നത് A പ്ലസ് B ആണ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ ഒന്നാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ PQS ഏതാണ്? PQS. രണ്ടാമത്തെ ട്രയാങ്കിൾ PSO. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. കാരണം SAS റൂള്. രണ്ട് സൈഡും അതിൻ്റെ ഇൻബിറ്റ്വീൻ കിടക്കുന്ന ആംഗിളും ഈക്വലാണ്. എങ്ങനെ? ഈ ഒരു സൈഡ് കോമൺ ആണ്. കണ്ടല്ലോ. ഇത് B ആണ്, ഇതും B ആണ്. ഇതിൻ്റെ ഇൻബിറ്റ്വീൻ കിടക്കുന്നത് 90 ഡിഗ്രിയാണ്. സോ ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണ്. രണ്ടും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഈ സൈഡ് A ആണെങ്കിൽ ഇതും A എന്ന് എനിക്ക് പറയാം. ഇതും A എന്ന് പറയാം. POയും A എന്ന് പറയാം. ഓക്കെ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ബാക്കി ചെയ്യുകയാണ്. ബാക്കി എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് ഇത് A ആണ്, ഇതും A ആണ്. സോ ഐസോസെലസ് ട്രയാങ്കിൾ. ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് 2 തീറ്റ ആയിരിക്കും. റീസൺ എന്താണ്? റീസൺ ട്രയാങ്കിളിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിളാണ്. സോ ഇത് 2 തീറ്റ ആണെങ്കിൽ ഇതും 2 തീറ്റയാണ്. കാരണം മൊത്തം കളറ് വെച്ചിട്ട് അലമ്പായി കിടക്കുവാണ്. പക്ഷേ നിങ്ങളൊന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യണേ. ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. കാരണം ഇത് A ആണ്, ഇതും A ആണ്. ഓക്കെ. അപ്പോൾ ഇത് 2 തീറ്റ ആണെങ്കിൽ ഇതും 2 തീറ്റ ആയിരിക്കും. ഓക്കെ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം ഞാനാണെങ്കിൽ ട്രയാങ്കിൾ PQ. ഓക്കെ. ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. PS നമ്മുടെ P ഇതല്ലേ? ഇതാണ് P. ട്രയാങ്കിൾ PQ
ക്യു ആർ എടുക്കുവാണ്. ട്രയാങ്കിൾ പി ക്യു ആർ ഞാൻ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു ഡിഗ്രി ഒരു ആംഗിൾ 120 ഉണ്ട്, ഒരെണ്ണം 2θ ഉണ്ട്, ഒരെണ്ണം തീറ്റ ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും 180 വരണം. ശരിയാണല്ലോ, 180 വരണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3θ എന്ന് പറയുമ്പോൾ 180 120 പോയി കഴിഞ്ഞാൽ 60 എന്ന് പറഞ്ഞു വരും. തീറ്റയുടെ വാല്യൂ 20 എന്ന് പറഞ്ഞു വരും. നമ്മുടെയൊക്കെ ചോദിച്ചിരിക്കുന്ന ആംഗിൾ ക്യൂ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2θ ആണ്. 2θയുടെ വാല്യൂ എത്ര വരും? 2 × 20 40 എന്ന് പറഞ്ഞ് ആൻസർ കിട്ടും.